നമ്മുടെ ഭൂമിയുടെ 4 ഇരട്ടി വലിപ്പമുള്ള ഒരു ഗ്രഹം നമ്മുടെ അടുത്തായിട്ടുണ്ട്. അതായത് അവിടെ എത്തിപ്പറ്റണമെങ്കിൽ ഏകദേശം 4 ലക്ഷം ലൈറ്റ് ഇയേഴ്സ് ആണ് വേണ്ടത്. അതായത് നമ്മളിപ്പോൾ ഒരു ടോർച്ചിൻ്റെ വെട്ടം ടോർച്ച് ഓണാക്കി ഫിറ്റിലേക്ക് അടിക്കുമ്പോഴേക്ക് ഫ്യൂ സെക്കൻഡ് കൊണ്ടാണ് ആ വെട്ടം അവിടെ പതിക്കുന്നത്. അപ്പം അതേ സ്പീഡിൽ 4 ലക്ഷം വർഷം വേണം. നമ്മുടെ മനുഷ്യൻ്റെ ശരാശരി ആയുസ് എന്ന് പറഞ്ഞാൽ 80 വയസ്സാണ്. അപ്പം ഈ 80 വയസ്സ് കൊണ്ട് എന്തായാലും നമുക്ക് അവിടെ പോകാൻ പറ്റത്തില്ല. ഏകദേശം നമ്മൾ ഇവിടുന്ന് അഥവാ ലൈറ്റിൻ്റെ സ്പീഡിൽ പോകാനേ തന്നെ ഇവിടുന്ന് നമുക്ക് 4 ലക്ഷം ലൈറ്റ് ഇയേഴ്സ് ആണ് വേണ്ടത്. അപ്പോൾ 80 വയസ്സ് 4 ലക്ഷത്തിൽ നിന്ന് കുറച്ചിട്ടുണ്ടെങ്കിൽ എത്ര ആവും? 3,98,020. അപ്പോഴത്തേക്ക് അത്രയും നമുക്ക് അവിടെ എത്തിപ്പറ്റാൻ വേണ്ടി പറ്റത്തില്ല. ഇത്രയും ഇയേഴ്സ് നമുക്കപ്പം ഇവിടെ വേണ്ടി വരും. ഒരു മനുഷ്യന് ആയുസ് എന്ന് പറയുമ്പോൾ 80 വയസ്സല്ലേ ഉള്ളൂ. 80 വയസ്സിൽ നിന്ന് ബാക്കി നമുക്ക് എത്ര വയസ്സൂടെ കൂടുതൽ കിട്ടിയാലേ അവിടെ ചെല്ലാൻ പറ്റുള്ളൂ? 3,98,020 ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെല്ലാൻ പറ്റുള്ളൂ. അപ്പം ഈ 4 ഇരട്ടി വലിപ്പമുള്ള ഈ 4 ഇരട്ടി അല്ല 10 ഇരട്ടി ഭൂമിയുടെ അതേ വലിപ്പമുള്ള ഗ്രഹത്തിൻ്റെ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അവിടെ വെള്ളം, വായു, ജലം, അതേപോലെ ഇത് നമ്മൾ അവതാർ സിനിമയെ കണ്ടിട്ടുള്ള അതേ ഒരു പ്രകൃതി ഭംഗിയാണ് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പം ഞാൻ ചോദിക്കുന്ന ഇതൊന്നുമല്ല, ഈ 4 ലക്ഷം ലൈറ്റ് ഇയേഴ്സിൻ്റെ സ്പീഡിൽ പോയാൽ അവിടെ ചെല്ലുമെന്ന് പറയുന്നു. അപ്പം ഇത് ലൈറ്റ് ഇയേഴ്സിന് പകരം സൗണ്ട് ഇയേഴ്സ് ആയിക്കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ശബ്ദത്തിൻ്റെ വേഗത എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ലൈറ്റ് ഇയേഴ്സ് എന്ന് പറയുമ്പോൾ അതിന് 3 ലക്ഷം km/h സ്പീഡിൽ പോകുമ്പോഴാണ് ലൈറ്റിൻ്റെ സ്പീഡ് വരുന്നത്. അതേസമയം സൗണ്ടിൻ്റെ സ്പീഡ് എന്ന് പറയുമ്പോൾ 20,000 km/h, അതേപോലെ 40,000 km/h സഞ്ചരിക്കുമ്പോഴാണ് സൗണ്ടിൻ്റെ ഇത്. അപ്പോൾ ഈ 4 ലക്ഷം എന്നുള്ളത് എത്രയാവും? ഒരു 10 ഇരട്ടിയുടെ കൂട്ടിക്കഴിഞ്ഞാൽ 4 കോടി ലൈറ്റ് സൗണ്ട് ഇയേഴ്സ് ആവും. അപ്പം അത് കളഞ്ഞിട്ട് നമ്മൾ സാധാരണ എയറോപ്ലെയിനിൽ പോകുമ്പോഴത്തേക്കുള്ള സ്പീഡ് കൂട്ടിയാൽ ഒരു എയറോപ്ലെയിൻ ഏകദേശം 2,000 കിലോമീറ്റർ അല്ലെ 3,000-4,000 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നു വെച്ചോ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 4 കോടി സൗണ്ട് ഇയേഴ്സ് എന്നുള്ളത് നമ്മൾ ആ സ്പീഡിൽ പോവാണെങ്കിൽ ഏത് ഈ സാധാ നമ്മുടെ ആകാശത്തൂടെ പോകുന്ന പ്ലെയിൻ്റെ 3,000-4,000 കിലോമീറ്റർ പോവാണെങ്കിൽ ഏകദേശം എത്ര കോടി വർഷം വേണ്ടി വരും? 400 കോടി വർഷം 400 കോടി വർഷം അവിടെ ചെല്ലാൻ വേണ്ടി വരും. നമ്മുടെ മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുമ്പോൾ 80 ആണ്. അപ്പം ഈ 400 കോടിയിൽ നിന്ന് 80 കുറച്ചിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും? അപ്പോൾ ഈ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും ടൈം ട്രാവലർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ മറ്റേ ഇൻ്റർസ്റ്റെല്ലാർ എന്ന് പറയുന്ന സിനിമ എന്നൊക്കെ പറയുന്നത് പൊട്ടത്തരമാണ്. അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ ഈ പ്രായം ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ?